ഹലോ ഡിയേഴ്സ് അങ്ങനെ നമ്മളേവരും കാത്തിരുന്ന നമ്മുടെ 2026 +1 +2 എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. കാരണം നിങ്ങളുടെ മുന്നേ ഇതുപോലെ +2 അതിനകത്ത് മാർക്ക് കുറവായവർ, അല്ലെങ്കിൽ +1 മാർക്ക് കുറവായവർ, അല്ലെങ്കിൽ +1 +2 ഒക്കെ ഫെയിൽ ആയവർ എന്തൊക്കെയാണ് ചെയ്തത് എന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. കാരണം നിങ്ങൾ വരുത്തുന്ന മിസ്റ്റേക്ക് കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വർഷം തന്നെ നഷ്ടമായേക്കാം എന്നുള്ളതാണ്. അപ്പം അതിലോട്ട് പോകാം. അതായത് 2026 നോട്ടിഫിക്കേഷൻ അതിനകത്ത് അപ്ലൈ ചെയ്യുവാനുള്ള ഒരു ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് November 7 ആണ്. ഫൈൻ ഇല്ലാണ്ട് ചെറിയ ഫൈനോട് കൂടിയിട്ട് നിങ്ങൾക്ക് November 13 വരെ അപേക്ഷിക്കാവുന്നതാണ്. സൂപ്പർ ഫൈനോട് കൂടിയിട്ട് November 25 വരെ അപേക്ഷിക്കാവുന്നതാണ്. പിന്നീട് എക്സാമുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് അതിനകത്ത് ഇനി എഴുതാൻ പോകേണ്ടത് നിങ്ങൾ പബ്ലിക് എക്സാമാണ്. അപ്പോൾ പബ്ലിക് എക്സാം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം നിങ്ങൾക്കറിയാം, +2 എഴുതിയവരാണെങ്കിൽ അറിയാം, അതിനകത്ത് +2 ഫിസിക്സും കെമിസ്ട്രിയും എല്ലാം, അത് മാത്രമല്ല ബയോളജിയുടെ കേസിൽ ബോട്ടണി ഒക്കെ ഡിഫിക്കൽട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ എങ്ങനെയാകും പാറ്റേൺ എന്നുള്ളത്, അത് നിങ്ങൾ ഡിഫിക്കൽട്ട് ആകും, പാറ്റേൺ ചേഞ്ച് ആകും എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം പഠിക്കാൻ. അപ്പം നമ്മൾ ആ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്കതൊരു പ്രശ്നമാകില്ല എന്നുള്ളതാണ്. സോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതോടൊപ്പം തന്നെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ അതിനകത്ത് ചെയ്യേണ്ടതുണ്ട്. അപ്പം അതിനകത്ത് നിങ്ങൾക്ക് നമ്മുടെ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ നിങ്ങൾക്ക് ജോയിൻ ആകാം. ഓൾറെഡി നമ്മുടെ ബാച്ചസിൽ അതിനകത്ത് സ്റ്റുഡൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം നിങ്ങൾക്ക് പുതിയ ബാച്ചും നമ്മൾ അതിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അറിയുന്നതിന് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ പറയാം. അതോടൊപ്പം നിങ്ങൾ എവിടെ ജോയിൻ ആകുമ്പോഴും നിങ്ങൾ അതിനകത്ത് അവിടുത്തെ റിസൾട്ട് നോക്കണം. മാത്രമല്ല അവിടുത്തെ നിങ്ങളിപ്പം പലർക്കും അതിനകത്ത് +2 സ്ട്രഗിൾ ചെയ്യുന്ന അധികം കാര്യങ്ങളൊന്നും അങ്ങനെ മനസ്സിലാക്കാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ അവിടുത്തെ ക്ലാസ് നല്ലതാണെങ്കിലല്ലേ ജോയിൻ ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ അവിടുത്തെ ക്ലാസ് നല്ലതാണോ എന്ന് അവിടുത്തെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്ന് തന്നെ അത് അവരുടെ ഫീഡ്ബാക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡെമോ ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ക്ലാസ്സിൽ നമ്മുടെ ബാച്ചിൻ്റെ കൂടെ തന്നെ ഇരുന്നിട്ട് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഒക്കെ ഫീഡ്ബാക്ക് എങ്ങനെയാണ് എന്ന് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കാം. മാത്രമല്ല നമ്മുടെ മുൻ വർഷങ്ങളുടെ റിസൾട്ട് നോക്കാം. സോ അതിലോട്ടെല്ലാം വരാം. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സുകളിലോട്ടൊക്കെ ഷെയർ ചെയ്യുക. കാരണം പലരുടെയും ലൈഫ് ചേഞ്ച് ആയത് നമ്മുടെ വീഡിയോസ് കണ്ടതുകൊണ്ടും അവർക്ക് അതിനൊരു ഒരു വീഡിയോ കാണാൻ സാധിച്ചുകൊണ്ടും ഒക്കെയാണ് പലപ്പോഴും. അപ്പോൾ അതെല്ലാം നമ്മൾ പറയാം. സോ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ റിസൾട്ടിലോട്ട് വരുമ്പം നമ്മുടെ മുൻ വർഷങ്ങളുടെ റിസൾട്ടുകൾ കണ്ടിട്ടാണ് ഇവരൊക്കെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയിട്ടുണ്ടായിരുന്നത്. ഇവർക്ക് 6 മാർക്കുമായിട്ട് അതിനകത്ത് +2 കെമിസ്ട്രി ഫെയിൽ ആയിട്ടാണ് ഇവർ നമ്മുടെ ബാച്ചിൽ ജോയിൻ ആകാൻ വരുന്നത്. കഷ്ടി ഒരു മാസത്തെ കുറഞ്ഞ സമയത്തെ ക്ലാസ്സുകൾ കൊണ്ട് കണ്ടോ ഇവർ 32 മാർക്കിലോട്ടെത്തി. അതുപോലെ ഇവർ +1 13 ആയിരുന്നു ഫിസിക്സ്, ഇവർ ഫിസിക്സും ഫെയിൽ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ +2 അത് 26 മാർക്കിലോട്ടെത്തി. അങ്ങനെ അവർ പാസ്സായി. ഇന്നിപ്പോൾ അവർ കോഴ്സിന് ജോയിൻ ആയി. അപ്പോൾ അങ്ങനെ പലരുടെയും ലൈഫ് ചേഞ്ച് ആക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഇവർ +1 ഫിസിക്സ് ഫെയിലായി 16 മാർക്കിന്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ +2 ആ ഒരു മാർക്കും കിട്ടിയില്ല, അങ്ങനെ ഫെയിലായി. അങ്ങനെ ഇവർ +2 ഫിസിക്സ് എക്സാം എഴുതിയിട്ട് നമ്മുടെ കുറഞ്ഞ സമയത്തെ ക്ലാസ്സുകൾ കൊണ്ട് കണ്ടോ ഫെയിലായ ഒരു സ്റ്റുഡൻറ്റിന് 40-നടുത്ത് മാർക്ക്, അതും ഫിസിക്സിൽ +2 ഫിസിക്സിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കണം. അത് നമ്മൾ ആ രീതിയിൽ അവരെ പഠിപ്പിച്ചുകൊണ്ടാണ്, കോഡുകളും ട്രിക്കുകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടാണ്. അപ്പം നമ്മുടെ ഇനിയും റിസൾട്ടുകളൊക്കെ കാണാം. നമ്മുടെ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു നമ്പർ ഞാൻ പറയാം: 77 36 70 70 45. ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ നമ്പർ അതിൻ്റെ വാട്സാപ്പ് ലിങ്കൊക്കെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അതുവഴി എന്നെ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ നമ്പർ നിങ്ങൾ ഓർത്ത് വെച്ചോളൂ: 77 36 70 70 45. ഈ കേസ് പറയാം. ഇവരുടെ മാർക്ക് നിങ്ങൾക്ക് കാണാം. +1 ഇതാ 8 മാർക്ക്, +1 10 മാർക്ക് ഷോർട്ട്, +2 5 7 കണ്ടാണ്, അതും ഫെയിലായി. അങ്ങനെ ഇവർ +1 10 എടുക്കണം, +2 18 എടുക്കണം, 28 കിട്ടണമായിരുന്നു. അങ്ങനെ എക്സാമിന് കഷ്ടി ഒരു മാസവും ഇല്ല അവർ ലേറ്റായിട്ടാണ് ജോയിൻ ആയത്. അപ്പോൾ അതിനകത്ത് ആ സമയത്തെ ക്ലാസ്സുകൾ കൊണ്ട് കണ്ടോ ഇവർ അതിനകത്ത് 28 മാർക്ക് കിട്ടി. ഇന്ന് അവരിപ്പം എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചിൽ അതിനകത്ത് എവിടെയാണ് ഇവരുടെ മാർക്ക് ഇവിടെ കാണാം നിങ്ങൾക്ക്. അതിനകത്ത് അവരുടെ TE 28 അതാ. അപ്പോൾ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചിൽ അവർ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുപോലെ ഒരുപാട് പേരുടെ ലൈഫ് ചേഞ്ച് ആക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഈ 5 മാർക്കുമായിട്ട് ഫെയിലായി വന്നിട്ട് 24 മാർക്കിലോട്ട്. അതുപോലെ ഇവർ മർച്ചൻ്റ് നേവിയിൽ ജോയിൻ ആകണം, ഒരു സബ്ജക്റ്റ് എങ്ങനെയെങ്കിലും പാസ്സാവണം, ഇത്തവണ തന്നെ ജോയിൻ ആകണം, ഒരു വർഷം ഇനി കളയാനില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആകുന്നത്. എന്നിട്ട് കണ്ടോ ഇവരുടെ സ്കോർ 6 മാർക്കിൽ നിന്ന് 27 എത്തിയത്. അതും ഇവർ ഒരുപാട് സമയം കഴിഞ്ഞിട്ട് ലേറ്റായിട്ട് ജോയിൻ ആയത്. എന്നിട്ട് പോലും ഈ ഒരു മാർക്കിലോട്ട് എത്താൻ സാധിച്ചു. അത് നമ്മൾ ആ രീതിയിൽ അവർക്ക് ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ട് തന്നെയാണ്.
9 മാർക്ക് 31 10 28 14 32 17 30 ഇത് മാത്രമല്ല, ഇതിന് ഇപ്പം കുറഞ്ഞ മാർക്കിൽ നിന്ന് ഉയർന്ന മാർക്കിലോട്ട് വന്ന കേസുകളാണ്. അതല്ലാണ്ട് നമുക്കിപ്പം ബയോളജിയുടെ മാത്സിലൊക്കെ നമുക്ക് പറയുവാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അതിനകത്ത് ബയോളജിയും മാത്സും ഒരുമിച്ച് ഫെയിലായ ഒരു സ്റ്റുഡൻറ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് അവർ +2 ഫെയിലായി. അത് കഴിഞ്ഞ് സേ എക്സാം എഴുതി, അവിടെയും ഫെയിലായി. എന്നിട്ട് പിന്നെ എന്നിട്ടാണ് നമ്മളെക്കുറിച്ച് അറിയുന്നത്. അങ്ങനെ നമ്മുടെ ബാച്ചിലെ അവർ മാത്സിനും ബയോളജിക്കും വേണ്ടി ജോയിനായി. രണ്ടും കഴിഞ്ഞ പബ്ലിക് എക്സാമിൻ്റെ കൂടെ എഴുതി അവർ പാസ്സായി. അപ്പം അങ്ങനെ അതിനകത്ത് ഒരുപാട് എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് അത്തരത്തിൽ ഷെയർ ചെയ്യുവാനുണ്ട്. അപ്പം ആ രീതിയിൽ അതിനകത്ത് ബുദ്ധിമുട്ടുള്ളവരെ പഠിപ്പിച്ച് എക്സ്പീരിയൻസ് നമുക്കുണ്ട്. അപ്പം നിങ്ങൾ നമ്മുടെ ബാച്ചിൽ ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ബാച്ചിലെ സ്റ്റുഡൻസിൻ്റെ കൂടെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാച്ചിൽ ജോയിൻ ആകാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അറിയുന്നതിന് ഈ ഒരു നമ്പറുണ്ട് 77 36 70 70 45. പിന്നീട് നിങ്ങൾക്കറിയാമല്ലോ, അതിനകത്ത് +1 +2 ഒക്കെ എക്സാം ഒക്കെ അടുത്തടുത്ത ദിവസങ്ങളിലാണ് ഇങ്ങോട്ട് വരുന്നത്. അതായത് നമ്മൾ അതിനകത്ത് 5 മുതൽ 27 വരെയാണ് +1ൻ്റെ വരുന്നത്. എക്സാമിൻ്റെ ആ ഒരു ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 5-നും എൻഡ് ചെയ്യുന്നത് 27. +2 ആണെങ്കിൽ 6 മുതൽ 28 വരെ എന്ന് പറഞ്ഞാൽ അതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നത്. അപ്പം ഓൾറെഡി ഇപ്പം +1 ഫെയിൽ ആയവരൊക്കെ ആണെങ്കിൽ, പിന്നെ അതിനകത്ത് അത് മാത്രമല്ല +1 +2 ഒക്കെ ഒരുമിച്ച് പഠിക്കാനുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ തുടങ്ങിക്കോളൂ എന്നുള്ളതാണ്. അപ്പോൾ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇനി ടൈം ടേബിളുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോസ് ചെയ്യും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ആക്കാൻ മറക്കണ്ട. അപ്പോൾ ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.